ഓക്കെ, പക്ഷേ ഈ ഒരു സ്പേസിൽ മാത്രമായിട്ട് നമ്മുടെ അന്വേഷണം ഒതുങ്ങിക്കൂടാ. കാടിനകത്തേക്ക് പോണം. ഒരുപക്ഷെ ഈ ദുരന്തം സംഭവിച്ചതിന്റെ തുടക്കം അവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ യു കെൻ കളക്ട് ദ എവിഡൻസസ് ഫ്രം ദെയർ. ശരി മോളെ. ഈ അന്വേഷണത്തിന് ലീഡ് നൽകുന്ന ഒരു ചെറിയ തെളിവ് പോലും നമുക്ക് പ്രധാനമാണ്. നോക്ക്, കത്തിക്കരിഞ്ഞൊരു ബോഡി കിട്ടിയിട്ടുണ്ട്. പോലീസ് അത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. സോ മരിച്ചത് ശ്യാമ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഒരു തെളിവെടുപ്പ് പാടില്ല. മറിച്ച് വേറെ ആരോ കൊല്ലപ്പെട്ടെന്ന രീതിയിലായിരിക്കണം അന്വേഷണം. അന്വേഷണം തുടങ്ങേണ്ടത് രാധികയിൽ നിന്നാണ്. അതുകൊണ്ട് ഞാനും കിരണും രാധികയുടെ വീടായ ആറ്റുവാശ്ശേരിയിലേക്ക് പോയേ പറ്റൂ. അവരുടെ കൂടെ നിന്നേ പറ്റൂ. അല്ല ജോഡി, കൂടെ നിന്നേ പറ്റൂന്ന് പറയുമ്പോ അന്വേഷണം അവരും കൂടി അറിയുന്ന രീതിയിലാവില്ല. നോ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. CM, ജോർജ് സർ, പിന്നെ നമ്മുടെ ടീം. തൽക്കാലം അണ്ടർ കവർ ടീം അന്വേഷണം ഏറ്റെടുത്തുവെന്ന് ഒഫീഷ്യലായി അറിയാവുന്നത് ഇത്രയും പേർക്ക് മാത്രമാണ്. പോലീസ് അന്വേഷണം അതിന്റെ വഴിക്ക് നടന്നോട്ടെ. നമ്മള് നമ്മുടേതായ വഴിയിലേക്ക് മുന്നോട്ട് പോകാം. സോ നിങ്ങളാരും അവരവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല ആരുടെ മുമ്പിലും. ശരി മോളെ. ഞങ്ങളിവിടെ വനത്തിനകത്തൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാം. വനത്തിനകത്ത് താമസക്കാരോ ഈ പച്ചമരുന്നൊക്കെ പറിക്കാൻ വരുന്ന ആരെങ്കിലും ഒക്കെ കാണുമല്ലോ, അവരോടൊക്കെ ഒന്ന് ചോദിച്ചോ. ഗുഡ്. ഒരു കാര്യം കൂടി, നമ്മുടെ മുന്നിൽ ഒട്ടും സമയമില്ല. CM urgently needs a conclusion. So let's start now onwards. Okay? ഓക്കെ മോളെ.